ഹലോ സാർ, അപ്പോൾ ജാക്സൺ സി പി ഹിയർ ഗൈസ്. അപ്പം ഇന്നത്തെ റെഡി എന്ന് വെച്ചാൽ നിങ്ങൾ ക്യാപ്ഷനിൽ കണ്ടവരെ തന്നെ നമ്മൾ ഒരു പുതിയ പോളം കൂടി എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ജെംസ് ഇവിടെ നിന്ന് കുറേ ആൾക്കാർ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ബ്രോ ജെംസയുടെ ചോദിച്ചിട്ട്. അപ്പോൾ ആളെ കുറേ ആയി നമ്മൾ പുറത്തെടുത്തിട്ട്. അപ്പോൾ ഇന്ന് അങ്ങോട്ട് എടുക്കാൻ വിചാരിച്ചു. ബിക്കോസ് നമുക്ക് ഇവനെ പുറത്തെടുക്കാൻ പറ്റിയിട്ടില്ലേനും ഒന്നും നമ്പർ പ്ലേറ്റും ഇല്ല. നമ്മൾ ബാങ്കർ കിറ്റും കാര്യങ്ങളും കയറ്റിയിട്ട് പോലീസ് സ്റ്റേഷൻ്റെ മുമ്പ് കൂടെ നല്ല പൊട്ടിക്കലും പൊട്ടിച്ച് കിഴപ്പാട്ടി പോയതാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ ഇവനെ പുറത്തിറക്കിയിട്ടില്ലായിരുന്നു. അപ്പം ഇന്നത് പരിപാടി എന്താ വെച്ചാൽ നമുക്ക് നേരം ഷാഡോൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ വണ്ടി ഷാഡോൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ അവൻ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കാണ് നല്ല ബഗ് അടിക്കുന്നുണ്ട്. അവനവിടെ എന്തോ സർപ്രൈസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോയി നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ഏകദേശം നമ്മൾ ഷാഡോൻ്റെ വീടെത്താനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോളോൻ്റെ അവസ്ഥ നല്ല രസമുണ്ടല്ലേ. ക്ലീൻ സ്പെക്കാക്കിയിട്ട് ബിൽഡ് ചെയ്ത വണ്ടിയാണ്. അത് ഷാഡോ ഗ്യാരേജിൻ്റെ മുമ്പിലുണ്ട്. എന്താണാവോ അവസ്ഥ എന്നറിയില്ല, വണ്ടീൻ്റെ അവസ്ഥ ഒന്നും അറിയില്ല. ബിക്കോസ് അവൻ പറഞ്ഞിട്ടുള്ള ഗ്യാരേജിൽ തന്നെ വെക്കുകയായിരുന്നു, ഇതിട്ട് യൂസ് ചെയ്തിട്ടില്ല. ഇതെൻ്റെ കോട്ടല്ലേ? നിനക്ക് ഈ കോട്ട ഇവിടെ നിറ കിട്ടിയേ ബലാലിടിച്ചോനെ? വെറുതെ അല്ലേ എൻ്റെ ഗ്യാരേജിൽ നിന്ന് വീട്ടിൽ നിന്ന് കൂട്ടൊക്കെ കാണാണ്ടേക്കുണ്ട്. എവിടെ നിന്നാണ് ഈ കോട്ട കിട്ടിയേ? അത് പിന്നെ അണ്ണൻ്റെ അൽമാരി കിടക്കാണ്ട് പിന്നെ അന്ന് ചാമ്പിയതാ. സനം സൂപ്പറല്ലേ, കുഴപ്പമില്ലല്ലോ, അടിപൊളിയല്ലേ? ഞാൻ പണ്ടേ സൂപ്പറല്ലേ, അടിച്ചു മാറ്റില്ലേ? കൊള്ളാം. ആനക്ക് പറയുന്നില്ല ഞാൻ. എൻ്റെ ജാക്കറ്റ് ഇനി എന്തായാലും കിട്ടുന്ന പ്രതീക്ഷയല്ലേ എനിക്ക്. അപ്പോൾ കഴിച്ച് ഇതാണ് നമ്മുടെ വണ്ടി. ആരും വിചാരിക്കേണ്ട അവന് പൈസ കൊടുക്കാണ്ടിരിക്കണില്ലാന്ന്. പൈസ കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ വണ്ടി നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ എടുക്കാത്ത കാരണം എന്താ വെച്ചാൽ, ഞാൻ ഇത്രയും കാലമായിട്ട് വണ്ടി ഒന്നും എടുക്കേണ്ട വിചാരിച്ചിരിക്കുന്നു. കാരണം കുറേ വണ്ടി അത്യാവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇതെടുക്കാൻ കാരണം എന്താ വെച്ചാൽ, നമ്മുടെ സ്പോയിലർ നമ്മൾ എക്സ്ട്രാ വിനയിൽ കയറ്റിയിട്ടുണ്ട് ബാറ്റ്മാൻ്റെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് എടുക്കാൻ വിചാരിച്ചു. സോറി ഗൈസ്, ഞാൻ ഇത്ര നേരം പോളോന്ന് അതിന് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഗോൾഫ് GT ആണത്. അപ്പം എനിക്ക് ഈ ബ്ലാക്ക് കളറിനോട് ഭയങ്കര ഇഷ്ടം കൂടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ചെക്കനെ തന്നെ സെലക്ട് ചെയ്തിട്ടുള്ള. വീട്ടിൽ കയറിച്ചല്ല. സോറിടാ കിട്ടാൻ ഞാൻ വിചാരിച്ചു എൻ്റെ വീടാണ്. ഇതിന് ഡോറൊന്നും ഇല്ലടാ. ഉണ്ടല്ലേ? അപ്പം ഞാൻ എന്തായാലും ഇവനെടുത്തോണ്ട് പോട്ടെ. നീ എൻ്റെ വണ്ടി എടുത്തിട്ട് പുറകെ കേട്ടോ. ഞാൻ എന്തായാലും ചെക്കനെടുത്ത് നല്ല ഇറങ്ങട്ടെ. നല്ല ഇവന് ഈ വണ്ടി ഒന്നും കഴുകുമല്ലേ, വൃത്തിയിട്ടവൻ. ഇവിടെ കൊണ്ട് കഴുകിയിട്ടും കാര്യമില്ല. സിറ്റി വണ്ണിൽ പോയി കഴുകി ഇങ്ങോട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും വണ്ടി വന്ന് ചെളിയാവും. അത്യാവശ്യം ക്ലീനാണ്. എനിക്കിപ്പോൾ ഇനി ഇവൻ്റെ കയ്യിൽ പണിയുള്ളത് എന്താ വെച്ചാൽ, ഇവൻ്റെ അലോയ് ഒന്ന് മാറ്റണം, പിന്നെ പെയിൻ്റ് അടിക്കണം, കുറച്ച് ടച്ചപ്പും കാര്യങ്ങളുണ്ട്, മെക്കാനിക്കലൊന്ന് ക്ലിയർ ആക്കണം. അങ്ങനെ കുറച്ച് പണിയുണ്ട്. സെറാമിക് ഒക്കെ ചെയ്യണം കേസ്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഇവൻ്റെ കുറച്ച് റീൽസും കാര്യങ്ങളും ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇനി കുറച്ച് പിക്കും കാര്യങ്ങളും എടുത്തിട്ട് എനിക്ക് സ്റ്റോറി അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ട്രോപ്പിക്കിലേക്ക് വിടാൻ പോവാണ് റീലെടുക്കാൻ. അപ്പോൾ കേസ് എന്തായാലും ഇത് കൂടി ഇത്രയേ ഉള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ടാറ്റാ, ബൈ, സീ യു.